ഓള് പഠിക്കൂല. എങ്ങനെയൊക്കെയോ അതിനെ കൊണ്ടൊന്ന് മാറ്റിയെടുക്കുക. Good morning. Good morning, miss. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റ് അല്ലേ എടുത്തോണ്ടിരുന്നേ? Yes, miss. Yes, ma'am. നമ്മള് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വരെയല്ലേ കംപ്ലീറ്റ് ചെയ്തത്? നെക്സ്റ്റ് ഇനി റോൾ അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? Yes. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വരെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഓഡിറ്റില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ അല്ലെങ്കിൽ പങ്ക് എന്താണ് എന്ന പോയിന്റ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടാ. നോക്കി, ഫസ്റ്റ് പോയിന്റ്, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ഫെസിലിറ്റേറ്റ് ചെയ്യുക, സുഗമമാക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ. ഒരു ഓഡിറ്റ് നടത്തുന്നതിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ്, അവിടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, അത് സുഗമമാക്കി നൽകുകയും ചെയ്യുക. രണ്ടാമത്തത് പറഞ്ഞത് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക, റിസോഴ്സ്
റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകുക, അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വിതരണവും ചെയ്യുക. ഈ പറയുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, എന്തൊക്കെ ഫെസിലിറ്റി ആണോ വേണ്ടേ, എന്തൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളാണോ വേണ്ടത്, അത് വളരെ സുഗമമായിട്ട് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മൂന്നാമത്തത് ടു മോട്ടിവേറ്റ് ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് enthusiastically. എന്താ മോട്ടിവേറ്റ് ചെയ്യുക ആരെയാ? മെഡിക്കൽ കെയർ, വൈദ്യപരിചരണം നൽകുന്ന ആളുകളെ നല്ല രീതിയിൽ അവര് ജോലി ചെയ്യാനായിട്ട് അവരെ ഉത്സാഹത്തോടെ വർക്ക് ചെയ്യാൻ, അല്ലെ, enthusiastically എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടെ, അല്ലെ, ഉത്സാഹത്തോടെ അവര് വർക്ക് ചെയ്യാൻ ആവശ്യമായ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകുക. 3 പോയിന്റ്സ് എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നാമത് പറഞ്ഞത് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം സുഗമമാക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്തത് ആവശ്യമായ സൗകര്യങ്ങളും വിഭവങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് സപ്ലൈ ചെയ്ത് നൽകുക. മൂന്നാമത് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന, അതായത് മെഡിക്കൽ പരിചരണം നൽകുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അവർ ജോലി ചെയ്യാൻ, ഉത്സാഹത്തോടു കൂടി വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രചോദനങ്ങൾ നൽകുക. ക്ലിയർ ആണോ ആ 3 പോയിന്റ്സും? ഓക്കെ ആണോ? ഓക്കെ. Then fourth one നോക്കി, to attend patient complaint grievances by grievance redressal committee. എന്താണ് grievance redressal committee എന്ന് പറഞ്ഞാൽ? പരാതി പരിഹാര സമിതി, അല്ലെ, പരാതി പരിഹാര സമിതി. അപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ്, പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നാൽ അത് ഉടനെ ഈ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി അല്ലെങ്കിൽ പരാതി പരിഹാര സമിതിയെ ഏർപ്പെടുത്തി അതിനുള്ള പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുക. Then to edit and monitor media coverage, press note എന്നാണ് കേട്ടോ അവിടെ, പ്രസ് നോട്ട്സ്. നോക്കിയേ, അപ്പൊ മീഡിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മീഡിയ കവറേജോ അല്ലെങ്കിൽ പ്രസ് നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് എന്താണ് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ എഡിറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുക. Then patient satisfaction survey. നിങ്ങൾ പഠിച്ച പബ്ലിക് റിലേഷൻ പഠിച്ചതല്ലേ? പബ്ലിക് റിലേഷൻ ചാപ്റ്റർ പഠിച്ചതല്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ പഠിച്ചു കാണുമല്ലോ, അല്ലെ? പഠിച്ചില്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? to reveal the gray areas. Gray area എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലില് നമുക്ക് ഡെഫിഷ്യൻസി ഉള്ള ഏരിയാസ്, ചില ഏരിയാസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്ന് തോന്നാം, അല്ലെ? എല്ലാ രീതിയിലും പെർഫെക്റ്റ് അല്ലാത്ത കുറച്ച് ഏരിയാസും സ്വാഭാവികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പേഷ്യൻസിന്. അപ്പൊ അങ്ങനെ നല്ല വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാത്ത ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവുകളുള്ള ഏരിയാസ് ഏതൊക്കെയാണോ അങ്ങനെയുള്ള ഗ്രേ ഏരിയാസിനെ റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസുമായിട്ട് സാറ്റിസ്ഫാക്ഷൻ സർവേകള് കണ്ടക്ട് ചെയ്യുക. Then to conduct exit interview. എന്താണ് ഒരു എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ആരുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർഡ് കോൺവെർസേഷൻ ആയിരിക്കും. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആരുമായിട്ടുള്ളതാവാം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ആരുമായിട്ടുള്ളതാവാം ഒരു എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അവിടുന്ന് പോവാണ്, അല്ലെ? അവിടുന്ന് പോകുന്ന ആരുമായിട്ടാവാം? പേഷ്യൻസ് അല്ല, അവിടെ വർക്ക് ചെയ്ത ജീവനക്കാര്, അവിടുത്തെ എംപ്ലോയീസ്, ഡിപ്പാർട്ടിങ് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എംപ്ലോയീസ് പോവാണ്, ലീവ് ചെയ്ത് പോവാണ്, അവരുടെ വർക്ക് ജോലി നിർത്തി അവർ പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ആ എംപ്ലോയീസുമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുന്നതിനെയാണ് ശരിക്കും എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കോൺവെർസേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം? എന്തിനു വേണ്ടിയായിരിക്കാം കോൺവെർസേഷൻ നടത്തുന്നത്? എന്ത് കാര്യത്തിനായിരിക്കാം? എന്ത് കാര്യത്തിനാണ്? അവരുടെ ഈ സ്ഥാപനത്തിൽ നിന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഏതൊക്കെ ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടത് മുതലായ കാര്യങ്ങള് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ എക്സിറ്റ് ഇന്റർവ്യൂകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങളിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള
അതിനുള്ള മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്, അവര് ശുപാർശ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു ഫ്രെയിം ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള ലക്ഷ്യങ്ങളും പോളിസികളും എന്ത് ചെയ്യുക, രൂപപ്പെടുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റോളാണ് പറയുന്നത് അല്ലെ. ഒന്നാമത്തതെല്ലാം നമ്മൾ പറഞ്ഞത് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് വളരെ സുഗമമാക്കുകയും അത് പ്രദാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞു. രണ്ടാമത് അവർക്ക് ആവശ്യമായ വിഭവങ്ങളും സൗകര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് വിതരണം ചെയ്യുക. മൂന്നാമത്തത് നല്ലൊരു ഉത്സാഹത്തോടെ മെഡിക്കൽ കെയർ ആളുകള് നല്ല ഉത്സാഹത്തോടെ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രചോദനങ്ങൾ നൽകുക. നാലാമത് പറഞ്ഞ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുടനെ പരാതി പരിഹാര സമിതിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരങ്ങൾ എഴുതി നൽകുക. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, എന്തെങ്കിലും മീഡിയ കവറേജോ അല്ലെങ്കിൽ പ്രസ് നോട്ട്സോ കാര്യങ്ങളോ തയ്യാറാക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ആവശ്യമായ എഡിറ്റിംഗ് നൽകുകയും ചെയ്യുക. പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഡെഫിഷ്യൻസിയുള്ള കുറവുകളുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുക. നെക്സ്റ്റ് പറഞ്ഞത് അവിടെ നിന്ന് എക്സിറ്റ് ആക്കി പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന ആരാണ് എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരോട് ഒരു നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർഡ് ആ ഒരു കോൺവെർസേഷൻ നടത്തി അവരിവിടെ നിന്നിട്ടുള്ള സമയത്തെ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഏതൊക്കെ ഏരിയാസ് ആണ് അവർക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തണമെന്ന് തോന്നുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. ലാസ്റ്റ് പറഞ്ഞത് നല്ല രീതിയിൽ വ്യക്തമായി ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പോളിസികളും എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുകയും ചെയ്യുക. ഇത്രയും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള റോളാണ്. ക്ലിയർ ആണോ? പോയിന്റ്സ് ഒക്കെ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗമാണ് അഡ്വാൻറ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അഡ്വാൻറ്റേജ് ഓഫ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസിൽ എന്താണ്? ഒന്നാമത്തെ നോക്കി, ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ഇത് നമുക്ക് പഠന വിധേയമാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് നമുക്ക് പഠന വിധേയമാക്കി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് പിന്നീട് വരുത്താനായിട്ട് സഹായിക്കും അല്ലെ. ആ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു പഠന വിധേയമാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പഠനവുമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ ഏരിയാസിനെ കുറിച്ചും, അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തത് പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ. ഓരോ ഏരിയസും നമ്മുടെ നല്ല രീതിയിൽ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നുണ്ടോ, ഇനി എവിടെയൊക്കെയാണ് ന്യൂനതകൾ ഉള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിസോഴ്സ് എഫക്റ്റീവ്. എന്താ, അവിടെയുള്ള വിഭവങ്ങൾ ഫലപ്രദമാണോ അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള കെയർ ആണോ ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് റൈസ് സ്റ്റാൻഡേർഡ്സ്. എന്താ, നിലവാരം ഉയർത്താനായിട്ട് സഹായിക്കും അല്ലെ. ഒരു സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾക്ക് അനുസരിച്ചല്ല നമ്മളൊരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവര് നല്ല സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ഇല്ലേ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അല്ലെ. നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ആ ഒരു നിലവാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇത് സഹായകമാണ്. ആൻഡ് പ്രൊമോട്ട് ചേഞ്ച്. എന്താ, എവിടെയാണോ മെച്ചപ്പെടുത്തൽ വരുത്തേണ്ടത് ആ ഏരിയാസ് കണ്ടെത്തി ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പല സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട്. ആൻഡ് പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താ, ഇപ്പൊ ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് ആയിട്ടാണ് എല്ലാവരും ടീം വർക്ക് പോലെ പ്രവർത്തിക്കും
സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ടീം വർക്ക് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിലായിക്കോട്ടെ, പേഷ്യൻസിനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അവര് തമ്മിൽ ഒരു നല്ലൊരു എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഒരു ടീം വർക്കോടെ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ആ പിയർ ലീഡ്, അതായത് അതിലെ ഏതെങ്കിലും ഒരു വ്യക്തികള് എന്ത് ചെയ്യുന്നു, അതിനുള്ള നേതൃത്വം എടുത്ത് അവരുടെ കീഴിൽ മറ്റുള്ള ആളുകള് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത് ഇൻവോൾവ്സ് പേഷ്യൻസ്. ഇതില് പേഷ്യന്റിനെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. മറ്റ് ഓഡിറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പേഷ്യൻസിനെ നമ്മൾ ഉൾപ്പെടുത്താറില്ല. അതേസമയം ക്ലിനിക്കൽ ഓഡിറ്റ് ആകുമ്പോൾ അത് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതിൽ പേഷ്യൻസിനെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗമാക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, ഇതൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഠന വിധേയമാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും ഭാവിയിലേക്ക് ഇനി എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടും കാര്യങ്ങളും വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അല്ലെ. ഞാൻ രണ്ടാമത് പറഞ്ഞത് ഏതൊക്കെ ഏരിയാസ് ആണോ കുറവുകളുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് മെച്ചപ്പെടുത്തൽ നടത്തിയത് അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ നടത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നുണ്ടോ, ആ മെഡിക്കൽ കെയർ കൊടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു നല്ലൊരു മനസ്സിലാക്കല് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ റിസോഴ്സ് എഫക്റ്റീവ്, അവിടെയുള്ള എല്ലാ വിഭവങ്ങളും ഫലപ്രദമായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചത് കൊണ്ടാണോ അവർക്ക് നല്ല രീതിയിൽ സർവീസുകൾ കിട്ടുന്നുണ്ടോ, ഇനി അതെന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. റൈസ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഉയർത്താനായിട്ട് സാധിക്കും. അതുപോലെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനായിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ പല സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള എല്ലാ ജീവനക്കാരും ഒരു ടീം വർക്കായിട്ട് നിന്ന് പ്രവർത്തിച്ച് അവിടെ അതിനനുസരിച്ച് ആ ടീം വർക്കിൽ നിന്നും അവരെല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നേതൃത്വത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതിലൂടെയാണ് നല്ലൊരു ഓഡിറ്റിന്റെ റിസൾട്ട് കിട്ടുക. ഇത് കൂടാതെ നമ്മുടെ പേഷ്യൻസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മള് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ പ്രോബ്ലം ആണ്. അതായത് ഒരു മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, മെഡിക്കൽ ഓഡിറ്റ് എന്താന്നുള്ളത് മെഡിക്കൽ റെക്കോർഡ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തിയാണ് നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യ പരിചരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ നടത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്ത് കാര്യമാണ്? എന്താണ് വേണ്ട? ഒരു മെഡിക്കൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ? എന്ത് പരിശോധിച്ചാണ് നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? എന്ത് പരിശോധിച്ചാണ്? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ചോണ്ട് അല്ലെ. അപ്പൊ ഇവിടെ മെഡിക്കൽ റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ടില്ല, ശരിയായ രീതിയിൽ മെഡിക്കൽ റെക്കോർഡ്സ് അവർ തയ്യാറാക്കിയിട്ടില്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടോ? റിസൾട്ട് നല്ല രീതിയിൽ കിട്ടോ? ഇല്ല അല്ലെ. അപ്പം ഒരു മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഒരു മെഡിക്കൽ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ട്. നല്ല രീതിയിൽ ചിലപ്പോ പ്രോപ്പർ ആയിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുവർ ആയിട്ടായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ശരിയായ രീതിയിലുള്ള ഒരു മെഡിക്കൽ ഓഡിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ചിലതിന്റെ മാത്രം കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താണ് മെഡിക്കൽ ഓഡിറ്റിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്.
ഒന്നാമത് നോക്കിയേ, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. വളരെ ഒരു അടക്കും ചിട്ടയോട് കൂടി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ അഭാവമാവാം. അപ്പൊ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് അവിടെ യാതൊരു സംശയവുമില്ല. നമുക്കത് നോക്കാം, മുൻകാലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് നമുക്കൊരു പരിശോധന നടത്തി ഓഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. അതേസമയം മെഡിക്കൽ റെക്കോർഡുകൾ നല്ല ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡുകളുടെ അഭാവം മൂലം മെഡിക്കൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രശ്നം വന്നേക്കാം. രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. എന്തായിരിക്കും ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും അതിൽ ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ് ആണ്. നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവര് തോന്നുന്ന പോലെ അല്ലെ, ചിലപ്പോ എന്ത് ചെയ്യാം, ചിലപ്പോ എന്ത് ചെയ്യാതിരിക്കാം. അങ്ങനെ ഒരു കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നതെങ്കിലും നമുക്കൊരു മെഡിക്കൽ ഓഡിറ്റ് ചെയ്യാനെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരാം അല്ലെ. ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അതുപോലെ എല്ലാ വിവരങ്ങളും ചിലപ്പോൾ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ആക്ഷൻസോ നടപടിക്രമങ്ങളോ ചിലപ്പോൾ ഇവർക്കെതിരെ എടുത്താലോ എന്നൊരു ഭയം. അതുപോലെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായ മോട്ടിവേഷൻസ് കിട്ടാതെ എന്താണ് അത് നല്ല രീതിയിൽ ചെയ്യൂ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവരുടെ മുകളിലുള്ള സൂപ്പർവൈസേഴ്സിൽ നിന്നോ ആളുകളിൽ നിന്നോ നല്ല രീതിയിലുള്ള പ്രചോദനവും കാര്യങ്ങളോ കിട്ടാതെ വരുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് ഫിയർ ഓഫ് ആക്ഷൻ, അവർക്ക് പേടി. അത് എന്തുകൊണ്ടായിരിക്കാം? പല കാര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് ഇതിൽ എന്തൊരു ചെയ്യുമ്പോൾ അതൊക്കെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുത്താലോ എന്നുള്ള പേടിയോ കാരണങ്ങളോ കൊണ്ടോ ചിലപ്പോൾ നല്ല രീതിയിൽ അവര് മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താതെയൊക്കെ വരാം. ദെൻ ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റല് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു മൂല്യത്തെ അവഗണിക്കുന്നത് കൊണ്ടാവാം. ഒരു മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ആ ഹോസ്പിറ്റലിന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റല് ഒരിക്കലും മെഡിക്കൽ ഓഡിറ്റിന്റെ ആ ഒരു മൂല്യത്തെ അവഗണിക്കുന്നത് കൊണ്ടാവാം ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് സപ്രഷൻ ഓഫ് ഫാക്ട്സ് ഫ്രോം റിപ്പോർട്ടിംഗ്. എന്താ ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല വസ്തുതകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം റോങ് ആയിട്ട് വസ്തുതകളെ അടിച്ചമർത്തി വെച്ച് തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വഴി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു മെഡിക്കൽ ഓഡിറ്റ് നന്നായി ചെയ്യാനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ അഭാവം കൊണ്ടതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ആവാം, അല്ലെങ്കിൽ പുവർ ആയിട്ടായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിയർ ഓഫ് ആക്ഷൻ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷൻസ് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രചോദനങ്ങൾ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റല് ഈ പറയുന്ന മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ മൂല്യത്തെ അവഗണിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, വസ്തുതകളെ അടിച്ചമർത്തിക്കൊണ്ട് തെറ്റായ രീതിയിൽ റിപ്പോർട്ടുകൾ ചെയ്യുന്നത് കൊണ്ടോ ഈ പറയുന്ന മെഡിക്കൽ ഓഡിറ്റിന്റെ റിസൾട്ട് നമുക്ക് തെറ്റായിട്ടേ കിട്ടുള്ളൂ അല്ലെ. മെഡിക്കൽ ഓഡിറ്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു മെഡിക്കൽ ഓഡിറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, ഏതൊരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും അതിൽ ഉൾപ്പെടുന്ന കണ്ടന്റ്സ് എന്തൊക്കെ കണ്ടന്റ്സ് ആയിരിക്കാം, എന്തായിരിക്കും, എന്തൊക്കെ ഉണ്ടാവാം? ഒന്നാമത്തതാണ് ബാക്ക്ഗ്രൗണ്ട്. എന്തായിരിക്കും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കാം? എന്തായിരിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ ഓഡിറ്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്, ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക.
മനസ്സിലായോ? അപ്പൊ ഒരു ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പേജസ് നമ്മൾ ഒരു റിപ്പോർട്ട് പോലെയല്ലേ തയ്യാറാക്കാം. അപ്പൊ അതിൽ ഓഡിറ്റില് ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, എന്തിനെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഓഡിറ്റിങ്ങിനെ കുറിച്ച്, ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ അനിവാര്യമായിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള, മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എന്തിൽ കൊടുത്തിരിക്കുക, ഓഡിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തത് ലിറ്ററേച്ചർ റിവ്യൂ. എന്തായിരിക്കും ലിറ്ററേച്ചർ റിവ്യൂവിൽ പറയുക? എന്തായിരിക്കാം ലിറ്ററേച്ചർ റിവ്യൂവിൽ പറയുക? ആ ഒരു ഏത് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് അല്ലെ? ഇനി ഏത് ഓർഗനൈസേഷൻ ഓഡിറ്റിംഗ് നടത്തുന്നു, എത്ര ആ പീരീഡ് ഓഡിറ്റിംഗ് നടത്തുന്ന ആ ഒരു പീരീഡ്, അതുപോലെ തന്നെ ഈ ഓഡിറ്റിംഗിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം, സ്കോപ്പ് മുതലായ കാര്യങ്ങളാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ കൂടുതലും ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഏത് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്, ആ ഓഡിറ്റിംഗ് നടത്തുന്ന പീരീഡ് എപ്പോഴാണ്, അതുപോലെ അതിന്റെ ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്, സ്കോപ്പ് എന്താണ്, ഇതൊക്കെയാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ കൊടുക്കുക. ക്ലിയർ ആണോ? ബാക്ക്ഗ്രൗണ്ടും ലിറ്ററേച്ചർ റിവ്യൂവും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇത് എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാണ് എന്ന രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളേ. ദെൻ മൂന്നാമത്തത് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഏതൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുക എന്ന് തീരുമാനിക്കും അല്ലെ. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ക്രൈറ്റീരിയാസും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുക. അപ്പൊ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ഓഡിറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്. ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ മെത്തേഡുകൾ പഠിച്ചില്ലായിരുന്നോ? ഒബ്സർവേഷനിലൂടെ ചെയ്യാം, ഡയറക്റ്റ് ഇന്റർവ്യൂസിലൂടെ ചെയ്യാം, ക്വസ്റ്റ്യനേഴ്സിലൂടെ ചെയ്യാം അല്ലെ. അങ്ങനെ പല മെത്തേഡുകളിലൂടെയും നമുക്ക് ഓഡിറ്റിംഗ് ചെയ്യാം അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത്, അതാണ് അടുത്തതായിട്ട് എന്ത് ചെയ്യുക, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തു, എന്നിട്ട് അതിൽ വരുന്ന കാര്യങ്ങൾ, ഇന്ന മെത്തേഡ് ഇങ്ങനെ രീതിയിലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്, ഇത്ര ആളുകളോടാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്തത്, ചെക്ക് ചെയ്തത്. ഇപ്പൊ ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആണെങ്കിൽ ഇത്ര ആളുകൾക്ക് ഇത്ര രീതിയിലാണ് ഞങ്ങൾ ഇത്ര പ്രാവശ്യം ഞങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്തു, ഇത്ര ആളുകളെയാണ് ഞങ്ങൾ അതിനു വേണ്ടി സെലക്ട് ചെയ്തത് എന്ന രീതിയിൽ കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മെത്തേഡ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് വേണ്ടിയുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ ഈ ഓഡിറ്റിംഗ് നടത്തിയാൽ അത് കഴിഞ്ഞ് കിട്ടുന്ന എന്താ, ഒരു റിസൾട്ട് കിട്ടും അല്ലെ. അതിനൊരു റിസൾട്ട് കിട്ടും. അടുത്തതാണ് റിസൾട്ട് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമ്മൾ അതിന് ശേഷം അതിന്റെ റിസൾട്ട് നമുക്ക് ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നത് വഴി അതിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചു, എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ആണ് അടുത്തതായിട്ട് വരിക. ഈ റിസൾട്ടിൽ നിന്നും റിസൾട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, എവിടെയൊക്കെയാണ് എന്താണ് ഡെഫിഷ്യൻസി ഉള്ള ഏരിയാസ് അല്ലെ, എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത്, ആ ഏരിയാസ് മനസ്സിലാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശുപാർശകളാണ് അടുത്തതായിട്ടുണ്ടാവുക. മനസ്സിലായോ? ഏതൊക്കെ ഏരിയാസ് ആണോ ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത് അതിനു വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകളായിരിക്കും അടുത്തതായിട്ട്. റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്. ഇനി എത്ര ദിവസം അല്ലെങ്കിൽ ഇനി എത്ര നാള് കഴിഞ്ഞാണ് അടുത്ത ഓഡിറ്റിംഗ് നടത്തേണ്ടത് എന്നതിനുള്ള ശുപാർശയും അല്ലെങ്കിൽ റെക്കമെൻഡേഷനും അതിലെഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഓഡിറ്റിംഗ് ചെയ്യണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ വർഷത്തിലാണോ ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ശുപാർശ കൂടി അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഏത് ടോപ്പിക് ആണോ സബ്ജക്ട് മാറ്റർ ആണോ നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട വളരെ അത്യാവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുക. ലിറ്ററേച്ചർ റിവ്യൂ ആകുമ്പോൾ ഏത് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ഏത് പീരീഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ട പ്രത്യേക പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ് മുതലായ കാര്യങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെയാണ് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം ഏത് ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചാണോ ഓഡിറ്റിംഗ് നടത്തേണ്ടത് അത് എഴുതുന്നു. അതിനുശേഷം ഏതൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടോകോൾസ് അതിനു വേണ്ടി ഉപയോഗിച്ചു എന്ന്
എന്ന് എഴുതുന്നു. ഇതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് ആണ് അടുത്തതായിട്ട് വരുന്നത്. ആ റിസൾട്ട് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത് അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് എഴുതുന്നു. അതുപോലെ അടുത്തതായിട്ട് ഫർദർ ഓഡിറ്റ് നടത്തേണ്ടത് എന്നാണോ അതിനു വേണ്ടിയുള്ള റെക്കമെൻഡേഷനും കൊടുക്കുന്നു. ഇതെല്ലാം ഒരു ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, വളരെ ചെറിയ ചെറിയ കാര്യം പോയിന്റ്സ് ആയിട്ടല്ലേ പറയുന്നുള്ളൂ. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ പോലും നോക്കേണ്ടതാണ് കേട്ടോ ഓരോ പോയിന്റ്സും. കാരണം നിങ്ങൾക്ക് ഓരോ ഓഡിറ്റിങ്ങിനെ കുറിച്ച് എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് ആ ഓരോന്നും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ എന്താണ് ഒന്ന് വായിച്ച് കേൾപ്പിടാതെ ഓരോന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിക്കണം. തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് 1 ഉം 2 ഒക്കെ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ ഓൾമോസ്റ്റ് മിക്കതും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, നമുക്ക് ഓർമ്മയിലും ഉണ്ടാവും അല്ലെ. അതേസമയം തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാമും കാര്യങ്ങളും വരുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു ഇന്നിപ്പോ പഠിച്ചു, നാളെയും അതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് പഠിക്കാൻ പോകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സാം ആവുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആണ് എക്സാം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓപ്ഷൻസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം ഒന്ന് ഈ ചാപ്റ്റർ നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്താണ് ചോദിച്ചത്? CPA അല്ലെ, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് കേട്ടോ. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയി ഈ ഒരു തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിൽ എടുത്ത് ഓർമ്മയുണ്ടാവും? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു? മാർക്കറ്റിംഗ് എടുത്തു അല്ലെ. പിന്നെ ഇതെടുത്തേ, ഓർക്കുന്നുണ്ടോ? ഇനിയില്ല, ഇനി ഒരു ചാപ്റ്ററും കൂടിയല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു ചാപ്റ്ററല്ലേ ഇപ്പൊ നിലവിലുള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാത്രമല്ലേ കംപ്ലീറ്റ് തീരാനുള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഒന്നുകൂടി ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും കവർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. മിസ് പഠിപ്പിച്ചത് HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിപ്പിച്ചു, മാർക്കറ്റിംഗ് പഠിപ്പിച്ചു, പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പഠിച്ചു. പിന്നെ ഏതാണ് തേർഡ് മോഡ്യൂളിൽ പഠിച്ചേ? ഓവർവ്യൂ പഠിച്ചു. ഓഡിറ്റിംഗ് പഠിച്ചു. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇത്രയല്ലേ പഠിച്ചത്? 6 ചാപ്റ്റേഴ്സ് അല്ലെ, 6 ചാപ്റ്റേഴ്സ് അല്ലേ എടുത്തേ? ഈ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു, ക്ലിയർ ആണോ?
ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ഓഡിറ്റ് എന്താന്നുള്ളത്. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ മിസ്സിന്, കാരണം പോർഷൻസ് തീർന്നതിനനുസരിച്ചായിരിക്കും ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ടൈം ടേബിൾ അറിയില്ല, ടൈം ടേബിൾ വന്നിട്ടില്ല, ഞങ്ങൾക്കും വന്നിട്ടില്ല അതിന് ഇൻഫർമേഷൻ കേട്ടോ. ഓക്കെ, ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ നോക്കണം. അതുപോലെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത്, അത് എന്താണ് ഇൻക്ലൂഡഡ് ആയ രീതി, ഇൻക്ലൂഡഡ് അല്ലാത്ത രീതി എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ദെൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കി വെക്കണം. അതുപോലെ മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷൻ ഓഡിറ്റ്, ഈ 3 ഓഡിറ്റിന്റെയും ഫസ്റ്റ് പോയിന്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഏതിന് ഈ 3 ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, പ്രതീക്ഷിക്കാം. പിന്നെ ഏതൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, നമുക്കൊന്ന് ആലോചിച്ചെടുത്താലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, ഇത് രണ്ടും നോക്കി വെക്കണം കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ചോദിക്കാം കേട്ടോ. ദെൻ ഇതൊക്കെ പർപ്പസ് ഒക്കെ നിങ്ങൾ എന്താണ് ഇൻക്ലൂഡഡ് ആയത്, ഇൻക്ലൂഡഡ് അല്ലാത്ത ഇത് നല്ല രീതിയിൽ നോക്കിയാൽ മതി കേട്ടോ. ദെൻ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ വേണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ 6 സ്റ്റേജസിന്റെയും പേരുകൾ കേട്ടോ. ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, അതുപോലെ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, അതുപോലെ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. അങ്ങനെ ഓരോ 6 സ്റ്റേജിലും എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഒരു പേരുകൾ മനസ്സിലാക്കി വെക്കണം. ആ ഹെഡിങ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആകെ ആ ഒരു ഡൗട്ട് വരാനുള്ള ഒരു ഇത് എന്ന് പറയുന്നത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുമ്പോൾ ബാരിയേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, അത് റിമൂവ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളതായിരിക്കും. ബാക്കിയൊക്കെ ആൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. റോളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റോൾസ് ആണ് വരുന്നത് എന്നുള്ളത് ഇൻക്ലൂഡഡ് ആയ രീതി, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ എന്ന രീതിയിലൊക്കെ ഉള്ള ആൻസർ ആയിരിക്കും വരും. അഡ്വാൻറ്റേജും അങ്ങനെ തന്നെ, പ്രോബ്ലംസും അങ്ങനെ തന്നെയായിരിക്കും, കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത്രയും ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും കൂടുതലും നോക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇനി നമുക്ക് വേറെ ഓരോ ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് വേഗം എടുത്ത് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് മിസ് ഒന്ന് എടുത്തിട്ട്. ഓക്കെ, നമുക്ക് ഓവർവ്യൂവില് നോക്കാം കേട്ടോ. കാണുന്നില്ലേ പ്രസന്റേജ്? ഇത് കാണുന്നില്ലേ? ഓവർവ്യൂവില് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറെ പാരഗ്രാഫുകളായിട്ട് തന്നിരിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ ഓരോ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾസ് എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ്സ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഓവർസൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ പ്രിൻസിപ്പിൾസ് ആണെങ്കിലും ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓൾ ഓഫ് ദി എബോ എന്ന രീതിയിലുള്ളത് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ എടുത്ത് ഒബ്ജക്റ്റീവിൽ ഇട്ടോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിലെ ഒരെണ്ണം എടുത്ത് പ്രിൻസിപ്പിൾ ഇട്ടോ, അങ്ങനെയാണെങ്കിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് തോന്നും. പിന്നെ അടുത്തതായിട്ട് നോക്കേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം കേട്ടോ. ആ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. അതുപോലെ എന്താണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്നത് നോക്കണം കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ വിച്ച് റിസർച്ചേഴ്സ് യൂസ്. അതുപോലെ റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൂടുതലും സർവേ മെത്തഡോളജിയാണ് എന്ന രീതിയിലും ചോദിക്കാം കേട്ടോ. സർവേ മെത്തഡോളജിയാണ് അവിടെ പോപ്പുലേഷൻ സാമ്പിളില്
ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി സർവേ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിവെക്കാം. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഡെത്ത് റേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ്, ഡെത്ത് റേറ്റ്, അതിന്റെ രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് ഏത് റേറ്റിന് അല്ലെങ്കിൽ ഏത് ഡെത്ത് റേറ്റിനെയാണോ മോർട്ടാലിറ്റി റേറ്റിനെയാണോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെയാണോ ഈ ഡെഫിനിഷൻ പറയുന്നത് എന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ അതിന്റെ ഓരോന്നിനെയും പറഞ്ഞിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഫോർമുലാസ് കാര്യങ്ങളുണ്ട്, അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഫോർമുലാസ് അതിൽ കാൽക്കുലേഷൻസ് ഒന്നും വരില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനും എടുത്തെഴുതാനും അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പൊ ഫോർമുലയിൽ ചിലപ്പോ ഇൻഡ്യൂട്ട് ആയിരിക്കാൻ കൊടുത്തിരിക്കുന്നത്, ചിലപ്പോൾ ഈ പറയുന്ന 365 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവില്ല, ചില കറക്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഈ പറയുന്ന ടേംസ് ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ പോലും ഇതേ ഫോർമാറ്റിലായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുന്നതിനിടയിൽ ഇത് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഫോർമുല ഒന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് എല്ലാത്തിനെയും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിലെ ഫോർമുലാസ് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ മാറിപ്പോകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വന്ദന മാം ആയിരിക്കും എടുത്തിരിക്കുന്നത് അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, വന്ദന മാം അല്ലേ എടുത്തത്. ക്വാളിറ്റി മാനേജ്മെന്റിലെയും ഇതുപോലെ ഒത്തിരി ഫോർമുലാസ് വരുന്നില്ലേ, 32 ഫോർമുലാസ് വരുന്നില്ലേ ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ, അതും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാരണം ഫോർമുലാസിൽ നമുക്ക് വ്യത്യാസങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് നോക്കി വെക്കണേ. നെക്സ്റ്റ് നോക്കേണ്ടത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഇതുപോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് നോക്കുക, അതിന്റെ കാൽക്കുലേഷനും നോക്കിയിരിക്കുക. ഈ എക്സാമ്പിളോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. അതങ്ങനെ ചോദിക്കേണ്ടതൊന്നുമല്ല. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല ഇതാണ്, അല്ലാതെ നോർമൽ ആയിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ പ്രിവാലൻസ് ഓഫ് ഡിസീസ്, എന്താണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് പ്രിവാലൻസ് റേറ്റ് എന്തിനാണുള്ളത്, അതിൽ 3 ടൈപ്പ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് 3 എണ്ണം ഉണ്ട് എന്നുള്ളത് പഠിക്കുക. ആ 3 എണ്ണവും എന്താണ് ഇതിന്റെ 3 എണ്ണത്തിന്റെ വ്യത്യാസം, അതിന്റെ പോയിന്റിന് എന്താ വ്യത്യാസം, പീരിയഡ് പ്രിവാലൻസ് പറഞ്ഞാൽ എന്താണ്, ലൈഫ് ടൈം പ്രിവാലൻസ് പറഞ്ഞാൽ എന്താണ്, ആ പറയുന്ന കാര്യങ്ങൾ നോക്കണം. യൂസസും നോക്കണം. അതുപോലെ ലിമിറ്റേഷൻസ്, ചിലപ്പോൾ യൂസസിൽ ഏതെങ്കിലും ലിമിറ്റേഷൻ ഒരു പോയിന്റ് എടുത്ത് എഴുതിയിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് സെലക്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. അതുപോലെ ഇത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്, പ്രിവാലൻസിൽ ഇൻക്രീസ്ഡ് ബൈ, അതായത് ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ്, അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോ ചില സമയങ്ങളിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമുക്കറിയാം ഒരേപോലെയുള്ള പോയിന്റ്സ് ആണ് അല്ലെ, ഇൻ മൈഗ്രേഷൻ ഓഫ് സ്പൈസസ്, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കിത് ഒരുപോലെയാണല്ലോ എന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് മനസ്സിലാക്കി പഠിച്ച് വെക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. പ്രിവാലൻസിനെ ഇൻക്രീസ് ബൈയും ഡിക്രീസ് ബൈയും ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ നിന്ന് വരാറുണ്ട് ഈ ഒരു ബോക്സ് എഴുതുന്നത് കേട്ടോ. ഇനി എന്താണ് ഒരു ഇൻസിഡന്റ് നോക്കണം, ഫോർമുല നോക്കണം. അതുപോലെ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്, 2 ടൈപ്പ് ഉള്ളൂ, ആ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ ഇതിലെ കീ എലമെന്റ്സ് ഏതൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതിന് എന്തൊക്കെ ഹെൽപ്ഫുൾ ആണ്, ഇതിനു വേണ്ടിയാണ് ഇത് സഹായകമാകുന്നത്. ഇനി ചലഞ്ചസില് ചോദിക്കാവുന്ന ഭാഗം ഇതാണ്. ഈ ഭാഗമാണ് കൂടുതലും ചോദിച്ചു കാണാവുന്ന ഭാഗം കേട്ടോ. മറ്റത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു വലിയ പാരഗ്രാഫ് ആയിട്ടൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് പേഷ്യൻസിന്റെ സർവീസ് ചലഞ്ചസ് ഏതൊക്കെയാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട ചലഞ്ചസിൽ ഇൻക്ലൂഡഡ് ആയത് ഇതാണ്. ചിലപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ടാവില്ല, ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം. ഒരു ക്വാളിറ്റി കെയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എനിക്ക് ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഓൾ ഓഫ് ദ എബോവ് ആണ് നമുക്ക് കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അല്ലെങ്കിൽ ഉൾപ്പെടുന്നവ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ ഒരു ഓപ്ഷൻ ഉള്ളെങ്കിൽ, അതായത് ക്വാളിറ്റി കെയർ മാത്രമേ അതിലൊരു ഓപ്ഷൻ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇന്റേണൽ ചലഞ്ചിൽ വരുന്നതാണെങ്കിൽ ആ ഓപ്ഷൻ അത് മാത്രമല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മനസ്സിലായോ? മിസ് പറഞ്ഞ ക്വസ്റ്റ്യന്റെ രീതി മനസ്സിലായോ?
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വായിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മൾ ചില വേർഡ് ചിലപ്പോൾ ഒന്ന് നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് കാണാണ്ട് പോയാലും മതി അല്ലെ. പെട്ടെന്ന് നമ്മൾ ടെൻഷനിൽ വായിക്കുന്ന സമയത്ത് കാണാണ്ട് പോയി ആ ഒരു മാർക്ക് പോയി. അങ്ങനെ 1-2 മാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരുടെ താഴെയായി അല്ലെ, നമുക്ക് എത്ര മാർക്കാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും വരാത്ത രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ ഇന്റേണൽ ചലഞ്ച് ആണെങ്കിലും ഇതൊക്കെ ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ടല്ലേ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സ്റ്റേണൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഇത് എന്തെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ദെൻ സ്ട്രാറ്റജിക്സും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയ ഇത്, ഇൻക്ലൂഡഡ് അല്ലാത്ത ഇത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ആ ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചപ്പോൾ എല്ലാ പോയിന്റ്സും നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊന്നും പറ്റില്ല അല്ലെ. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഏരിയാസ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. മറ്റു ഏരിയാസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി 1-2-3 പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അടുത്ത പോർഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മറന്നു പോകില്ല കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ചാപ്റ്റർ ചെയ്ത് നോക്കണം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നോക്കാം അല്ലെ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്താണ്, അതുപോലെ കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, അതിലെ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, CPU എന്താണ്, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെ വരാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ എക്സാമ്പിൾ ഏതൊക്കെ വരാം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് അവിടെ ഉപയോഗിക്കാൻ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫങ്ഷനാലിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓരോന്നിനും വ്യത്യസ്തമല്ലേ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ലേ എളുപ്പത്തില്. വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും അത് മൂന്നിന്റെയും പോയിന്റ്സ് തമ്മിൽ വ്യത്യസ്തമാണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്ന് തന്നെയാണ് അല്ലെ. അല്ലെ, മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് അത് തന്നെയാണ്. മറ്റു പോയിന്റ്സ് ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആളുകൾക്കാണെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് വേർഡ് ആവുമ്പോ അവിടെ നമുക്ക് എന്തായിരിക്കും, നിങ്ങൾ ഒന്ന് വേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കരുത് ഒരു പ്ലെയിൻ പേജ് ആലോചിക്കാം അല്ലെ. വേർഡിൽ അങ്ങനെയല്ലേ, ഒരു പ്ലെയിൻ പേജ് അല്ലേ വരുന്നേ. ആണോ, എന്താണ് മിസ്റ്റർ ചോദിക്കുന്നതിന് റിപ്ലൈ ചെയ്യാത്ത? ഒരു പ്ലെയിൻ പേജ് ആലോചിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ആ പ്ലെയിൻ പേജിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. നമുക്ക് ആ പ്ലെയിൻ പേജിൽ എഴുതാം, ഒരു ലെറ്റർ തയ്യാറാക്കാം, ഒരു CV വേണമെങ്കിൽ തയ്യാറാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം, ഫോർമാറ്റിംഗ് ചെയ്യാം, ലെറ്റേഴ്സ് തയ്യാറാക്കാം, റെസ്യൂംസ് തയ്യാറാക്കാം, റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഡോക്യുമെന്റ് ക്രിയേഷൻ അതിൽ വരുന്നുണ്ട് ഇല്ലേ. കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പലതരത്തിലുള്ള ഫോർമാറ്റും സെറ്റിങ്ങുകളും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾ മറന്നു പോവില്ല കേട്ടോ. അതുപോലെ നമുക്ക് സ്പെല്ല് ചെക്ക് ചെയ്ത് ഗ്രാമർ ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അതുപോലെ ചിലപ്പോൾ ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു പേജിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ, ഒരു പ്ലെയിൻ പേജില് അല്ലെ. തീം വേണം, തീം നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിലാ വരുന്നത് വേർഡിലാണ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയ പേഷ്യൻസ് അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അപ്ലിക്കബിലിറ്റി, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അപ്ലിക്കബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു പവർ പോയിന്റ് ആവുമ്പോ നിങ്ങൾ സ്ലൈഡ് കണ്ടിട്ടുണ്ടല്ലോ, സ്ലൈഡ് ഒന്നും കണ്ടിട്ടില്ലേ? സ്ലൈഡ് ഷോ ഒക്കെ കണ്ടിട്ടില്ലേ പവർ പോയിന്റ് ഉപയോഗിച്ച് ചെയ്യുന്നേ? അപ്പൊ അവിടെ സ്ലൈഡിനെ ഓർത്താൽ മതി. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പല എഫക്റ്റുകൾ കൊടുക്കാം അല്ലെ, അനിമേഷൻസ് കൊടുക്കാം അല്ലെ. കണ്ടിട്ടുണ്ടല്ലോ, ചിലത് ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് പുറത്തേക്ക് വരുന്ന പ്രത്യേക രീതിയിലാവാം, കറങ്ങി വരുന്ന രീതിയിൽ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് അതിൽ ചെയ്യാം. അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള തീമിന് നമുക്ക് പല കളറുകൾ കൊടുക്കണോ, വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യണോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ സ്ലൈഡിന്റെ ക്രിയേഷനായിട്ട്
ബന്ധപ്പെട്ട്, സ്ലൈഡ് ഫോർമാറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സ്ലൈഡിന്റെ ലേഔട്ടുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ പവർ പോയിന്റ് കിട്ടും. ഈ എക്സൽ ആവുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്പ്രെഡ്ഷീറ്റിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 10ാം ക്ലാസ് 10th പഠിക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ ഇല്ലേ 10th? അവിടെയൊക്കെ നമ്മൾ ചെയ്ത് പരിചയമുള്ളവരായിരിക്കും അല്ലെ? ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ കിട്ടും. ഈ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ഒത്തിരി കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? പലതരത്തിലുള്ള ഫോർമുലാസ് നമ്മൾ 10th പഠിച്ച സമയത്ത് നമ്മൾ ഓരോ ഫോർമുലാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കീ ഒക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വേർഡൊക്കെ പഠിച്ചു വെക്കാറുണ്ടായിരുന്നു അല്ലെ? മുമ്പ് ബൈഹാർട്ട് ചെയ്ത് ഓരോന്നും ഇന്നത് എൻറ്റർ ചെയ്യുമ്പോൾ ഇന്ന ഫോർമുല ആയിരിക്കും, ഇന്ന കാൽക്കുലേഷനിൽ റിസൾട്ട് കിട്ടും, അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ എക്സലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സിനും ഫീച്ചേഴ്സും നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അതിന്റെ ആപ്ലിക്കബിലിറ്റി നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. 3 വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് കൂടുതലും ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്, അല്ലാതെ ഇതിന് തിയറി അല്ല കൂടുതലും വേണ്ടത്. കാരണം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അതെന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് അത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ചോദിക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരിക്കലും അവന് ചെല്ലുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുക. ആപ്ലിക്കേഷൻ ലെവലിലുള്ള നമ്മൾ പഠിച്ച തിയറി ബേസ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതെങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാം അല്ലെ? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലാതെ എന്താണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ത്, സോഫ്റ്റ്വെയർ എന്ത് എന്ന രീതിയിലല്ല. അത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം, എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഇതിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ? ഇമെയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്, ഫയൽ ഷെയറിംഗ്, ക്ലൗഡ് സ്റ്റോറേജ്, വെബിനാർ, ഓൺലൈൻ പ്രസന്റേഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇനി എക്സ്ട്രാ നമ്മൾ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പറയുന്നേ. അതിനനുസരിച്ച് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കുഴപ്പമൊന്നുമില്ല അല്ലെ? അറിയാത്ത കാര്യങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ. വെബ് ബ്രൗസേഴ്സ് ആവുമ്പോൾ അതിന്റെ എക്സാമ്പിളുകൾ നോക്കി വെക്കാം. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, അങ്ങനെയുള്ള എക്സാമ്പിളുകൾ ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അല്ലെ? ഒരു ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പില് അല്ലെ? ആരും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്തൊരു കാര്യത്തിനും ഇപ്പൊ നെറ്റിലല്ലേ സെർച്ച് ചെയ്ത് നോക്കുന്നേ. അപ്പൊ നമ്മൾ അറിയാം അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ഓരോ ടേം പറയുമ്പോഴും അത് എന്താണ് എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് മനസ്സിലിരിക്കും. അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അത് എഴുതുന്നതിന് പകരം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴല്ലേ കുറച്ചുകൂടി മനസ്സിലാവുന്നത് അല്ലെ? അപ്പൊ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലിരിക്കും. അപ്പൊ ആ എക്സാമ്പിളുകളൊക്കെ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഞാൻ ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് നോക്കണേ. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ. മാൽവെയർ എന്താണ്, ഫിഷിംഗ് എന്താണ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്, ഡേറ്റ ബ്രെഞ്ചസ് എന്താണ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്താണ്, അതുപോലെ പാസ്വേഡ് അറ്റാക്ക്, ഇൻസൈഡർ ത്രെറ്റ്, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ത്രെറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കണം കേട്ടോ. ഇത് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഭാഗങ്ങളായതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് എക്സ്ട്രാ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ നോക്കിയതാണല്ലോ അല്ലെ? എളുപ്പമല്ലേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മാർക്കറ്റിംഗ് ഒക്കെ എളുപ്പമല്ലേ?
ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേഗം നോക്കാം നമുക്ക് കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ എന്താണ് സേഫ്റ്റി എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ അവർക്ക് 2-fold റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്, 2 റെസ്പോൺസിബിലിറ്റി ഒന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഈ പറയുന്ന പോയിന്റുകൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സേഫ്റ്റി റൂൾസ്, അതായത് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതിനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, പേഷ്യൻസിനെ പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താം. അപ്പൊ അതിൽ ഉൾപ്പെടുന്നത് ഏതാ, ഉൾപ്പെടാത്തത് ഏതാ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ്, when you try to take objects, overhead objects, always use a good ladder, നല്ലൊരു ലാഡർ യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തിനുള്ളിൽ വരാറുണ്ട് കേട്ടോ. അതുപോലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒത്തിരി തിരക്കുകൾ അനുഭവപ്പെടാതിരിക്കാൻ, ആ തിരക്കുകളിൽ നിന്ന് ഉള്ള സേഫ്റ്റി, അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ട്രിപ്സ് ആൻഡ് ഫോൾസിൽ നിന്നുമുള്ള സേഫ്റ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്. അതുപോലെ ചെറിയ ചെറിയ ചില പോയിന്റ്സുകളിൽ നിന്ന് ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്, ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ്സുകളിൽ നിന്ന് കേട്ടോ. ദെൻ ഇലക്ട്രിക് ഗുഡ്സുമായി ബന്ധപ്പെട്ട സേഫ്റ്റി എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ സഫർ ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്. അപ്പൊ അത് ഓരോന്നിന്റെയും ആ ഒരു പേരുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് എംബസൽമെന്റ് ലിറ്ററേച്ചർ, അതുപോലെ കിക്ക്ബാക്സ് ആൻഡ് പൊല്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്, അങ്ങനെയുള്ള ഓരോ പേരുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അത് എന്താണെന്ന് ചോദിക്കില്ല, അത് ഇൻക്ലൂഡഡ് ആയത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, എന്തൊക്കെ ലോസ് ആണ് ഒരു ഹോസ്പിറ്റലിന് ഇതുവഴി നമുക്ക് അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോളില് ഈ 2 പോയിന്റ്സും ഉൾപ്പെടാം. അതുപോലെ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ ഡാഷ് എന്ന് ചോദിക്കാം. ആർക്കൊക്കെയാണ്, എല്ലാവർക്കും, ഓൾ ഓഫ് ദി എബോവ് വരാം. സ്റ്റാഫ് പറയാം, പേഷ്യൻസിനെ പറയാം, വിസിറ്റേഴ്സിനെ പറയാം, വെൻഡേഴ്സിനെ പറയാം, സെയിൽസ് പേഴ്സൺസിനെ പറയാം. ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വേണം എന്നാണ് പറയുന്നത് അല്ലെ. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന ഇലക്ട്രോണിക് സർവൈലൻസ് നമ്മൾ CCTV ഉപയോഗിച്ചുകൊണ്ടാണ് സെൻസിറ്റീവ് ഏരിയ സ്ട്രാറ്റജിക് ഏരിയയില് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CCTV ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരാറ് കേട്ടോ. അതുപോലെ പ്രൊഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക്കിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ ഏരിയാസിലൂടെയാണ് പെഡസ്ട്രിയൻ ട്രാഫിക്കിനെ നിരോധിച്ചിരിക്കുന്നത്. അൺലോക്കിംഗ് ഡോക്ക് ഏരിയയില്, റിസീവിംഗ് ഏരിയയിലൂടെ, മോർഗ് എക്സിറ്റിലൂടെ, ട്രങ്ക് എക്സിലൂടെ ഒന്നും നമ്മൾ അവരെ കടത്തി വിടാറില്ല. അപ്പൊ അത് ഏതൊക്കെ ഏരിയാസ് ആണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നൈറ്റില് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി റോൾ അപ്പ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രിൽസ് ആണ് നമ്മൾ നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോളില് അതിന് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുള്ളൂ കേട്ടോ. അതിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്ന രീതിയിൽ, അല്ലാതെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറയുന്ന പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. ഇതിലുള്ള ചെറിയ ചെറിയ ചില പോയിന്റ്സുകളിൽ നിന്നും കുഞ്ഞു ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. മാർക്കറ്റിംഗില് എന്താണ് ഒരു മാർക്കറ്റിംഗ്, ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റത്തെ ആ ഒരു ഡെഫിനിഷനാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുപോലെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മിസ്കോൺസെപ്ഷൻ എന്താണ്, അതുപോലെ മാർക്കറ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. 4 P's ഓഫ് മാർക്കറ്റിംഗും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ്, അത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഓരോ സ്ട്രാറ്റജീസും ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്ലേസ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. 4 എണ്ണവും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ ഇതിൽ വരുന്ന 6 സ്റ്റേജസ് ഉണ്ട് അല്ലെ, സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താണ്,
കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് ആണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഈ രണ്ടെണ്ണമാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ദെൻ മാർക്കിന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എലമെന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. അതുപോലെ ഒരു മാർക്കറ്റ് റിസർച്ച് എന്താണെന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. മാർക്കറ്റ് റിസർച്ച് എപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അത് അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആവാം. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതിനുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെയാണ് എന്ന രീതിയിൽ ചോദിക്കാം. എന്താണ് ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കണം കേട്ടോ. അപ്പൊ മാർക്കറ്റിംഗ് റിസർച്ച്, അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, അതുപോലെ ഓരോ സ്ട്രാറ്റജിയെ കുറിച്ചും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ആ ഒരു ഭാഗം ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഭാഗമാണ്, ചാപ്റ്റർ ആണ്. അതുകൊണ്ട് മാറ്റി നിർത്തരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്ത, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നന്നായി മനസ്സിലാക്കി എക്സാം ചെയ്ത കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. Thank you, Miss.